പറഞ്ഞോ. സുഖമാണോ? ഭയങ്കര സുഖമല്ലേ? ഇന്നലെ എനിക്ക് വിടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ പോവായിരുന്നു. ഞങ്ങളിവിടെ ഊണോ കളിക്കുക. ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു 25 കാർഡ് ഇടുന്നു പറഞ്ഞു. ഞാൻ 20 കാർഡ് മര്യാദയ്ക്ക് ഇട്ടതാ. 20 കാർഡ് ഞാൻ മര്യാദയ്ക്ക് ഇട്ട. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, എന്റെ ഇപ്പൊ എത്ര കാർഡ് ഇപ്പൊ എന്റെ ഉണ്ടെന്ന് നിങ്ങളത് കണ്ടു നോക്കാം. ആദ്യേ എന്റെ കയ്യിലിരിക്കുന്ന ഏതാണ്ട് ഇങ്ങനെ സ്കിഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ കയ്യില് എത്ര കാർഡായിരിക്കുന്ന നോക്കിക്കേ. അയ്യോ, പക്ഷേ ഇവിടെ ചത്ത് ഇതൊന്നുമല്ല, ഒരാളുടെ ചിരി ഇപ്പൊ അങ്ങോട്ട് പോകും. ഇത് കണ്ടോ? ഇത് കണ്ടോ നിങ്ങള്? അപ്പുറത്തെ കാർഡൊന്ന് കാണിക്കൂ. കാണിക്കാറില്ലല്ലോ. തോറ്റു കഴിഞ്ഞിട്ട് കാണിച്ചു. ഓക്കെ, നമുക്ക് ഈ കളി കാണാം. 5 ഇട്ടു ആദ്യം. ഫസ്റ്റ് ഇടുന്ന ആളെ ഇട്, ആരെങ്കിലും ഇട്. വാശിയേറിയ കളി. മാറ്റി കളിക്കുവാണേ. കളറും മാറ്റി കൊടുക്കുക. ഏതാ പ്ലെയർ? അങ്ങോട്ട് പോട്ടെ, ഞാൻ അങ്ങോട്ട് തരാം. 9 എന്നാ 9 2 ഇട്ട്. അന്നേരം പിന്നെ ഞാൻ ഇതൊക്കെ ഇതങ്ങോട്ട് തന്നിട്ട് ഇതങ്ങോട്ട് തരും. അമ്മ എടുത്തേ, അതിട്ടു. അതിട്ട് ഇപ്പൊ എത്രയായി? 4 ആയില്ലേ? എന്നാ അവര് 4 കൂടി അങ്ങോട്ട് പറ്റും. എടുത്തോ. അങ്ങനൊന്നുമില്ല ഗൈസ്, അങ്ങനെയൊന്നുമില്ല. ചുമ്മാ വെച്ചുവിട്ടാണ്. എങ്ങനെ മട്ടനെ പറ്റിക്കാൻ നോക്കാം. ഇഷ്ടംപോലെ കാർഡുണ്ട് എനിക്ക് ഇഷ്ടം പോലെ കാർഡുണ്ട്. ഇവിടെ ഹാഫ് ഡെക്ക് പ്ലേ ആണ്. ഹാഫ് ഡെക്ക് പ്ലേ. അതിന്റെ കൂടെ കുറച്ച് മറ്റേ വാഴ 2ന്റെ ബീജിയം ഒക്കെ, സാഡ് ഇമോഷണൽ ബീജിയം ഒക്കെ ആഡ് ചെയ്തോളൂ ഗൈസ്. തമ്മിൽ അതൊക്കെ ഇട്ടോ. കത്തിരിക്കട്ടെ. അടിച്ചു കൊടുക്കുക, എന്നിട്ട് ജസ്റ്റിനെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ 4+ ഇട്ട് ആദ്യത്തെ കളി തന്നെ നമ്മൾ. ഞാൻ കളർ പറഞ്ഞില്ലല്ലോ. കാര്യം ചെയ്യാം, ബ്ലൂയിൽ അങ്ങ് തുടങ്ങാം. ബ്ലൂ ഇട്ടോ. അങ്ങനെ കളർ മാറ്റി ഒന്നുകൂടെ. ഹാഫ് ഡെക്ക് കയ്യിൽ പോലും പിടിക്കാൻ പറ്റാത്ത. ഇനി നമുക്ക് അടുത്ത ഹാഫ് ഡെക്കും കൂടെ കാണാം. കല്ലും തൂക്കി പോയിടുന്നു. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഒരു കാർഡ് അങ്ങോട്ട് ഇറക്കുന്നില്ല. ഇവിടെ ചത്തു. ഞാന് ഇപ്പൊ നീ എന്നെ കഴിഞ്ഞ കളിയില് ഞാൻ അബദ്ധത്തിൽ ഒരു 2+ ഇട്ടു. 2+. നീ എനിക്ക് തന്നത് എത്രണ്ണോ? വാശിയേറിയ കളി. റിവെഞ്ച്. അത് അങ്ങനെ വിടാൻ പറ്റുമോ? ഡിഫൈൻ റിവെഞ്ച്. പറ്റത്തില്ല. അത് ഡിഫൈൻ റിവെഞ്ച്. നീ ഇപ്പൊ ഇലാണോ? അപ്പൊ നമുക്ക് ബ്ലൂ മാറ്റിയിട്ട് യെല്ലോയിലോട്ട് വരാം. യെല്ലോ ഇട്ടോ. യെല്ലോ ഇട്ട് 4 1 5. അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് റെഡിലോട്ട് വരാം. നിർത്താതെ നോൺ സ്റ്റോപ്പ് പ്ലേ ആണ്. ഇവിടെ എത്ര കാർഡുണ്ട് ബാക്കി? ഈ ചത്ത്. ഇവിടെ കംബാക്കിനുള്ള വരവാണ്. എല്ലാ പവർ കാർഡും വാരി ഇടുന്നുണ്ട്. ദൈവത്തിനറിയാം. എനിക്ക് ജയിച്ചിട്ട് പോണം.
അങ്ങനെ പവർ കാർഡ് എല്ലാം പാരിക്കോ ബ്ലൂ ഇട്ടിട്ട് അങ്ങനെ നീ മഞ്ഞിട്ട് നോക്കട്ടെ എത്ര പേരെ പോയി സ്കിപ്പെല്ലാം കഴിക്കാറിട്ടുണ്ട് ഓക്കെ എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. ലാസ്റ്റ് പവർ കാർഡ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല ഇടാം. പവർ കാർഡ് വെച്ച് എൻഡ് ചെയ്യാൻ പറ്റത്തില്ല യൂണിയൻ പറയാൻ പറ്റും. എന്നിട്ടല്ല യൂണിയൻ പറയാൻ പറ്റും, എൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇടുവല്ലേ ഒന്നിട എന്തിനുണ്ടോ ഗ്രീനെ ഞാൻ ഗ്രീൻ അങ്ങ് ഇട്ടേ. ഇനി അടുത്ത +4 ഗ്രീനെ. പ്രഫറെല്ലാം കൈ വെച്ചേക്കല്ലേ. അല്ല എനിക്ക് ലാസ്റ്റ് ഗ്രീൻ അല്ല ലാസ്റ്റ് ഒന്നുകൂടെ ഇട്ടോ. ഒന്നുകൂടെ ഇടാലോ. അപ്പൊ പിന്നെ +4 ഇട് ഗ്രീനെ. നിങ്ങളങ്ങനെ ജയിക്കും. ജയിച്ചില്ലേ? ഇനി ആ കാർഡിങ് തന്നെ ഞാൻ കൊടുത്ത സമ്മാനമാണ് എമിക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 20 21 22 കാർഡ് 25 കാർഡിൽ കളിച്ചതാ. 2-3 കാർഡാണ് അവള് ഇതിനകത്തോട്ട് ഇറക്കിയത്. ബാക്കിയുള്ള 22 കാർഡ് ഉള്ളത് തന്നെയാണ്. ഇനി മെബിനെ കൂടെ കളിച്ച് ബിഗ് ടൈം മെബിൻ ഇറങ്ങിയിട്ടില്ല ഇപ്പൊ. എന്നാ പിന്നെ മേളിൽ പോയിട്ട് വരാം. പറഞ്ഞിട്ടോ, ഇത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് കാണിച്ചില്ലേ ഹൗസ്. സോ ഞാൻ ആക്ച്വലി ഇന്ന് നാളെ മറ്റന്നാളൊന്നും പണിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് നാട്ടിൽ. അതായത് മെബിന് ഇവൻ്റെ അമ്മ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നാണ് വന്നത്. അപ്പോൾ നിങ്ങളെന്താ പോകുന്നത്? മറ്റന്നാളോ? നാളെ ഇവർ പോവുക. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവരെ കണ്ടിട്ട് ഇവരുടെ നിന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുറേ പരിപാടിയൊക്കെ വരുന്നുണ്ടേ. നീ എങ്ങോട്ട് പോവാ? അങ്ങോട്ട് പോകുന്നില്ലേ? അന്നാ വേണ്ട. അയ്യോ ഇപ്പം തീർത്താലേ. പറയടി, നീയും പറയടാ. നിന്റെ മോൻ തന്നെ കാണിച്ചേ. ഇതെനിക്ക് വെട്ടി കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട്. ഇതിനകത്തുനിന്ന് വെട്ടി കുറേ സാധനങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. വ്ലോഗിങ് ഞങ്ങളെ സബ്സ്ക്രൈബർ ആവോ? ഞാൻ യൂട്യൂബ് ചാനലും കൊണ്ട് പോവാ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വേണം നമ്മൾ തെണ്ടുമ്പോൾ ഇങ്ങനെയൊക്കെ തെണ്ടണം. ചോദിച്ചോളൂ. മലയാളി അഡ്വഞ്ചർ അല്ല, ബെഗർ അഡ്വഞ്ചർ ആയിരിക്കണം. ഇങ്ങനെ പറയുന്നത് കഷ്ടപ്പെട്ട് എത്ര വീഡിയോ എടുത്താലും ഉണ്ടല്ലോ ഒരു 15 വ്യൂസിന്ന് മേളിലോട്ട് അത് കേറാറില്ല. എടാ അത് ഞാൻ ഇത്രക്ക് ഷെയർ ചെയ്തോണ്ടാക്കുന്ന വീഡിയോ. ഇത്രക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്ന വീഡിയോയാണ് ആക്ച്വലി വേറെ എനിക്കൊരു 200-300 വ്യൂസ് ഒക്കെ കിട്ടുന്നത്. സത്യത്തിൽ വേറെ എങ്ങനെ ഞാൻ വേറെ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? അതുകൊണ്ട് ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പ്ലീസ്. ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആണെന്തി MLA വരുന്ന MLA ചക്കപ്പാർട്ടി ചക്കപ്പാർട്ടി ഞങ്ങൾ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ശേഷം നിങ്ങൾ നാട്ടിലേക്ക് വന്നതാണ്. ക്യാമറമാൻ
അയ്യമ്മേ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ നാട്ടിലേക്ക് വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നാടിനെ പറ്റിയിട്ടും ഈ നാടിന്റെ ബ്യൂട്ടിയെ പറ്റിയിട്ടും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സത്യം പറ, ഈ സാധനം വന്നപ്പോ എല്ലാം കൊണ്ടുപോയി. എങ്ങനെ ഇരിക്കുന്നു തെയ്യം താ? അപ്പൊ ക്യാമറ ഓഫ് ഗൈസ്. ചേച്ചി വെയിറ്റ് ചെയ്യാൻ എടുക്കുന്നു. ഇത് ഒരു 10 മിനിറ്റ്. അച്ചാച്ചൻ ഇന്നും കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് റെഡിയായി. അല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇതേ സ്പോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങോ കുറച്ച് നേരമായിട്ട്. ഇതുങ്ങളൊക്കെ എന്റെ ഇട്ടിട്ടെങ്കിൽ കറക്കുക. അമ്മ കറക്കി അവന് മടുത്ത്. അവൻ എന്നിട്ട് പീസ് വരെ കാണിക്കുന്നത്. പീസ് മോനെ പീസ്. നീ നല്ലവനാണ്. ദാണ്ട് അടുത്തത്. പോയി. അത് പോയി. എന്തോ അവിടെ കുശുക്കുന്നുണ്ടേ. എന്തോ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്യുക. അടുത്ത പ്ലാനിങ് എന്താണെന്നറിയോ? അത് തന്നെ എന്റെ കല്യാണം. അത് ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സബ്സ്ക്രൈബറും കൂടെ കൂടുതൽ കിട്ടിയല്ലേ? അത് നമുക്ക് സെറ്റ് ആക്കണം. ഇനി അടുത്ത ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാനുള്ള. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എൻഡ് ആയിരിക്കും. ഇനി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് പോവായിരിക്കും. അപ്പൊ ലാസ്റ്റ് ഡേ അപ്പൊ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ എടുക്കണം. അതവിടെ വെള്ളം ഓക്കെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഈ വ്ലോഗ് ഇന്ന് ഇവിടെ നിർത്തുന്നു. ഞാൻ അടുത്ത വ്ലോഗായിട്ട് വരുന്നതായിരിക്കും. See you guys in next video. Bye bye. Signing out. Bye. ഞാൻ ഒരു മാറ്റം. അപ്പൊ ശരി. Hands up.